the equation of the circle. Equation of the circle passes through four one and 6 5, whose center is on the line 4x plus y is equal to 60. ഇതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ വരയ്ക്കാം, മീൻസ് സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ ലൈൻ ഈ പോയിന്റ് ഈ ഇക്വേഷൻ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ 4x plus y is equal to 60. നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ എച്ച് ടി എന്നറിയാം അല്ലേ? സെൻറ്റർ എച്ച് കെ. എച്ച് കെ ഇതിലൊരു പോയിന്റ് ആണെങ്കിൽ എച്ച് കെ ലൈസ് ഓൺ 4x plus y is equal to 60. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4h plus k is equal to 16 എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ പോയിന്റ് ജസ്റ്റ് ഈ പോയിന്റ് 4 1 ആൻഡ് ഈ പോയിന്റ് 6 5, ദിസ് പോയിന്റ് എച്ച് കെ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ? അതായത് 4 1 ഒരു പോയിന്റ്, 6 5 വേറൊരു സർക്കിളിൻ്റെ വേറൊരു പോയിന്റ്. അത് സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ രണ്ടും നമുക്ക് റേഡിയസ് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ റേഡിയസും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ഡിസ്റ്റൻസും ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്കറിയാം. രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് എങ്ങനെയാണ്? √4 - h the whole square plus 1 - k the whole square. അപ്പോഴത്തെ അത് ഇതിന് ഈക്വൽ അല്ലേ? അപ്പം 6 - h the whole square plus 5 - k the whole square. ഈ രണ്ട് റൂട്ടും കളഞ്ഞാൽ നമുക്ക് 4 - h the whole square plus 1 - k the whole square is equal to 6 - h the whole square plus 5 - k the whole square. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ കിട്ടും? 16 plus 8 minus 8h plus h square plus 1 minus 2k plus k square is equal to 36 plus minus 12h plus h square plus 25 minus 10k plus k square. Let's see. ഈ k സ്ക്വയറും ഈ k സ്ക്വയറും ക്യാൻസൽ ആക്കാം. ഈ h സ്ക്വയറും ഈ h സ്ക്വയറും ക്യാൻസൽ ആക്കാം. പിന്നെ ഉള്ള എച്ചും കെയും കുറച്ച് കോൺസ്റ്റൻസേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 16 minus 8h plus 1 minus 2k is equal to 36 minus 12h plus 25 minus 10k. Similar terms add ചെയ്യുമ്പോഴോ minus 8h, ഈ ഇത് പുറത്ത് വരുമ്പോഴത്തേക്കും 4h പ്ലസ് ഇവിടെ 2k ഉണ്ട്, ഇത് പുറത്ത് വരുമ്പോഴത്തേക്കും 8k is equal to ഇവിടെ 36 plus 25 36 plus 25 minus 1 plus 16 plus 16 അതിവിടെ വരും minus 16 20 plus 24 that is 44 എന്ന് കിട്ടും. എല്ലാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ h plus 2k is equal to 11 കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. പിന്നെ 4h plus k is equal to 16 കിട്ടും. ഇതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8h plus 2k കുറയ്ക്കുമ്പോൾ 32 കുറയ്ക്കുമ്പോൾ 7h is equal to 32 number 21. H is equal to 3. കിട്ടില്ലേ?
ഇതൊക്കെ ചെയ്യാൻ മനസ്സിലായല്ലോ. അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വലാന്ന് പറയാൻ രണ്ട് സിംഗിൾ ടൈം ഇക്വേഷൻസ് കിട്ടും. അതിൽ നിന്ന് എച്ചും കെയും കണ്ടുപിടിക്കാം. അപ്പോൾ സെൻറ്ററായി പിന്നെ റേഡിയസ്